ഞങ്ങൾ കേരളത്തിൽ LDFന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവേറ്റപ്പെട്ടോ എന്ന വിശദമായ പരിശോധന ജനങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. ആ പരിശോധനയിൽ കേരളത്തിനകത്ത് നല്ല നിലയിലാണ് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം 2016 നമ്മുടെ നാട് വലിയ തോതിൽ പുറകോട്ട് പോയിരുന്നു. ഇനി നമ്മുടെ നാടിന് മുന്നോട്ട് വരാനാകില്ല എന്ന് ചിന്തിച്ചവർ ധാരാളമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ ഏത് മേഖല എടുത്താലും നാം പിറകിലാണ് എന്ന് പറയാൻ കഴിയില്ല. എല്ലാ മേഖലയിലും നാം നല്ല രീതിയിൽ തന്നെ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരനുഭവം കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഒരു നാട് പ്രത്യേക ദുരന്തത്തിനിരയായാൽ ആ നാടിന് സഹായം നൽകേണ്ടതായിട്ടുണ്ട്. നാം അംഗീകരിച്ച ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സംസ്ഥാനം പ്രകൃതിദുരന്തം മൂലമുള്ള പ്രതിസന്ധിയിൽപ്പെട്ടാൽ കേന്ദ്രം കൃത്യമായി സഹായിക്കണം എന്ന് വ്യക്തത വരുത്തിയ ഭരണഘടനയാണ് നമുക്കുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രകൃതിദുരന്തങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളമൊഴികെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തത്തിന് ശേഷം സഹായം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന് മാത്രം സഹായമില്ല. എന്താണ് അതിന് കാരണം? നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? നമുക്ക് പ്രത്യേകമായ എന്തെങ്കിലും കുറവുണ്ടോ? രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നാടാണല്ലോ കേരളം. ഇപ്പം 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് നാം അനുഭവിച്ചത്. നമുക്ക് സഹായം വേണമായിരുന്നു. കാരണം നാടാകെ തകർന്നടിഞ്ഞു പോകുന്ന നില. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സഹായിക്കാൻ തയ്യാറായില്ല. നമ്മുടെ ദയനീയത കണ്ട് വേദനിച്ച ലോകരാഷ്ട്രങ്ങളിൽ ചിലത് കേരളത്തെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. സാധാരണഗതിയിൽ അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെയാണ് ബന്ധപ്പെടുക. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ മറുപടി ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്നാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി, നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ വലിയൊരു ദുരന്തമുണ്ടായി. അന്ന് രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും സഹായം
വന്നു, സ്വീകരിച്ചു. മോദിയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അവിടെയാകാം, ഇവിടെ പറ്റില്ല. ഇപ്പോ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു, വിദേശത്തുനിന്ന് സഹായം സ്വീകരിക്കാം. അപ്പോ മഹാരാഷ്ട്രക്കാകാം, കേരളത്തിന് പറ്റില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിനോട് ഇത്തരത്തിലൊരു വിരോധപരമായ സമീപനം കേന്ദ്ര ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നത് കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് ഭരണരംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ട സമീപനമല്ല. പക്ഷേ കേരളം അവരാഗ്രഹിക്കുന്ന രീതിയിൽ, BJP ആഗ്രഹിക്കുന്ന രീതിയിൽ, BJPയുടെ നേതൃത്വം RSS ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടെ നിൽക്കുന്നില്ല. അതിനോടുള്ള വിരോധം, നാടിനോട് വിരോധം, ജനങ്ങളോട് വിരോധം, ആ വിരോധമാണ് ഭരണ നടപടികളിലൂടെ തീർക്കുന്നത്. ഇത് BJPയുടെ ഭാഗത്ത് നിന്ന്. കോൺഗ്രസിന് എന്താണ് പ്രശ്നം? ലീഗിന് എന്താണ് പ്രശ്നം? അവരെല്ലാം BJPയുടെ അതേ നിലപാട് സ്വീകരിക്കേണ്ടവരല്ലോ. ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത്, കേരളത്തിന് ന്യായമായ വിഹിതം അനുവദിക്കണം എന്ന് പറയാൻ ഇവരാരെങ്കിലും തയ്യാറായോ? അന്ന് നിറഞ്ഞു നിൽക്കുകയാണല്ലോ പാർലമെന്റിൽ UDF MP-മാർ. ആരെങ്കിലും ഒരാൾ സംസാരിച്ചോ? കേന്ദ്ര ഗവൺമെന്റ് വിമർശിച്ചോ? അപ്പോൾ എന്തിനായിരുന്നു നീക്കം? കേരളത്തെ കുറ്റപ്പെടുത്തുക. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഫണ്ട് നിഷേധിക്കുന്നതിന് അനുകൂലമായ വാദഗതികൾ ഉയർത്തുന്നതിന് സഹായകരമായ ചർച്ച പാർലമെന്റിൽ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇതല്ലേ നമ്മുടെ അനുഭവം? അതെവിടം വരെ എത്തി?